എന്താണ് 3D, 5D, 3D യൂണിയൻ, 5D യൂണിയൻ? 3D മീൻസ് 3 ഡയമെൻഷണൽ, അതായത് റിയാലിറ്റി. ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ അല്ലെങ്കിൽ സ്പിരിച്വലി പറഞ്ഞാൽ ആത്മാവ് നിലകൊള്ളുന്ന ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ 3D യൂണിയൻ എന്തായിരിക്കും? ആ റിയാലിറ്റിയിൽ രണ്ട് ശരീരങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒന്നുചേരൽ അല്ലേ? നോർമലി നമ്മളതിനെ വിവാഹം എന്നൊക്കെ പറയും. ഇപ്പോൾ 3D യൂണിയൻ എന്നത് മാരേജ് ആണെന്ന് മനസ്സിലായല്ലോ. ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലും പകുതിയിൽ കൂടുതൽ ഭാഗവും നമ്മുടെ DM 3D ലെവലിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. DF തൻ്റെ കാർമിക് അറ്റാക്സ് തീരുന്നത് വരെ 3D ലെവലിലും ഈ ജേർണിയുടെ ഒരു പകുതി ഭാഗം മുതൽ 5D ലെവലിലും ആയിരിക്കും ജീവിക്കുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് 5D? 5D മീൻസ് 5 ഡയമെൻഷണൽ, ആത്മസ്ഥിതി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ആത്മാവിൻ്റെ ലെവൽ. ഈ ഒരു ലെവലിൽ ജീവിക്കുന്നവരെല്ലാം അവരുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു ശരീരം തൻ്റെ ആത്മാവുമായി കണക്റ്റഡ് ആണെങ്കിൽ അയാൾ 5D ലെവലിൽ അഥവാ സോൾ ലെവലിൽ ജീവിക്കുന്ന ആളായി മാറും. അയാളുടെ ചിന്താഗതി സോൾ ലെവലിലും ആയിരിക്കും. എന്ന് വെച്ചാൽ ആത്മാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ ശരീരവും ജീവിക്കുന്നത്, പെരുമാറുന്നത്. മനസ്സിലായോ? ആത്മാവ്, സോൾ, അതെപ്പോഴും ശാന്തമായിരിക്കും. ഓക്കെ, അത് ഫുൾ പോസിറ്റീവായിരിക്കും. അത് സ്നേഹമാണ്, സത്യമാണ്, അതിന് ദേഷ്യപ്പെടാൻ അറിയില്ല, അതിന് മറ്റുള്ളവരോട് എമ്പതി കൂടുതലായിരിക്കും, അതിൻ്റെ സ്വഭാവത്തിന് ചേരുന്നവരോട് കൂടിച്ചേരാൻ അത് ആഗ്രഹിക്കുന്നു. തിന്മകളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഭയങ്കരമായ പ്രവണതയുണ്ട്. ഈ ഭൂമിയെയും ലോകത്തെയും ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ സോൾ കണക്റ്റഡ് ആയ ഒരു ശരീരം ഇതുപോലെയായിരിക്കും ജീവിക്കുന്നത്. എങ്ങനെ? ഈ ഒരു 5D ലെവലിൽ. മനസ്സിലായോ? ഈ ഒരു TF ജേർണിയിൽ പെട്ടെന്ന് 5D ലെവലിലേക്ക് എത്തുന്ന ആളാണ് നമ്മുടെ DF. അപ്പോഴും DM 3D ലെവലിൽ തന്നെ ആയിരിക്കും. DM-ഉം 5D ലെവലിൽ എത്തിയാൽ മാത്രമേ DM-ൻ്റെയും DF-ൻ്റെയും 5D യൂണിയൻ നടക്കുള്ളൂ. ഇനി എന്താണ് 5D യൂണിയൻ? ശുദ്ധമായ DF സോളിൻ്റെയും DM സോളിൻ്റെയും കൂടിച്ചേരൽ. ഇതാണ് 5D യൂണിയൻ, ഹാർമോണിയസ് യൂണിയൻ, പെർമനൻ്റ് യൂണിയൻ എന്നൊക്കെ പറയും. അതായത് DF-ൻ്റെ സോൾ എനർജിയും DM-ൻ്റെ സോൾ എനർജിയും തുല്യമായിട്ട് വരുന്ന ഒരവസ്ഥ. രണ്ടാളുടെ എനർജി ബാലൻസ് ആയിട്ട് നിൽക്കും. ഓക്കെ, നിങ്ങൾ കടകളിലെ ത്രാസൊക്കെ കണ്ടിട്ടില്ലേ? ത്രാസ് ബാലൻസ് ആയിട്ട് നിൽക്കില്ലേ? രണ്ടറ്റത്തും തുല്യമായിട്ടുള്ള ഭാരം വരുമ്പോൾ അതുപോലെ ആയിരിക്കും യൂണിയനിലായ DM-ൻ്റെയും DF-ൻ്റെയും സോൾ എനർജി. ഓക്കെ, അങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? അപ്പോൾ 5D യൂണിയൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയട്ടെ. 3D യൂണിയൻ രണ്ട് ശരീരങ്ങളുടെയും റിയാലിറ്റിയിലുള്ള കൂടിച്ചേരലാണ്, ഓർ മാരേജ് ആണ്. 5D യൂണിയൻ രണ്ട് ആത്മപാതികളുടെ കൂടിച്ചേരലാണ്. ഇനി തിരിഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.